ആദ്യകാലങ്ങളിൽ വിക്ടർ ബ്രദർ എന്ന് വചനം പ്രഘോഷിച്ച കസേരയാണ് എൻ്റെ അടുത്ത് വെച്ച് കിടക്കുന്നത്. ഞാൻ മിക്കവാറും ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറയും, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ ഡിസിഷൻസും ആത്മീയതയായാലും ഭൗതികതയായാലും എന്തു തന്നെ ആയാലും ഇവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞും അങ്ങനെ ബ്രദർ ആത്മീയതയിലോട്ട് വന്നിട്ട് 10 വർഷം. അതിനു മുമ്പ് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. ബ്രദർ അഡ്വക്കേറ്റും ഞാൻ ഡോക്ടറുമായിരുന്നു. അപ്പോൾ അറിയാമല്ലോ, അങ്ങനെ ജീവിച്ചു. പക്ഷേ കർത്താവ് വിളിച്ചപ്പോൾ ബ്രദർ ആത്മീയതയിലോട്ട് വന്നു. ആത്മാവിനാൽ നിറഞ്ഞു, ആത്മാവിൽ ജീവിച്ചു, ആത്മാവിൽ മരിച്ചു. നമ്മളിൽ നിന്ന് ശാരീരികമായി വേർപെട്ടു പോയി. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു ധ്യാന ശുശ്രൂഷയ്ക്കായി സെക്കൻഡറാബാദിൽ പോയപ്പോഴാണ്, അവിടെ വെച്ചാണ് കർത്താവിനാൽ വിളിക്കപ്പെട്ടത്. ധ്യാന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാർഡിയക് അറസ്റ്റ് വന്നിട്ട് കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നത്. അതിനു മുമ്പ് ബ്രദറിൻ്റെ ഹാർട്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിന് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ഇതങ്ങനെ സംഭവിച്ചു. പിന്നെ ഇവിടുന്ന് സന്തോഷത്തോടെ പോയ ബ്രദറിനെ പിന്നെ കാണുന്നത് വേറൊരു വിധത്തിലാണ് ഞാൻ. പിന്നെ ഉള്ള ജീവിതം ബ്രദറിൻ്റെ സാന്നിധ്യത്തിലും ബ്രദറിൻ്റെ മധ്യസ്ഥതയിലൂടെ ഇന്ന് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് നിലനിൽക്കുന്നു. കർത്താവ് നടത്തുന്നു, കർത്താവ് വളർത്തുന്നു, കർത്താവ് കൊണ്ടുപോകുന്നു. അനേകം മക്കൾ വരുന്നു, ഇവിടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നു. ബ്രദറിൻ്റെ അതേ വഴിയെ എല്ലാവരും തന്നെ, ആ ശുശ്രൂഷകരെല്ലാം തന്നെ ഇതുവരെ അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇനിയും അങ്ങനെ ആയിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.